ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പ് ചോറും ചെറുപഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ബ്ലെൻഡറിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ കുക്ക്ഡ് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അരിപ്പൊടിയും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് രണ്ടും കൂടെ യോജിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതായത് കൂടുതൽ അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഇനി നമ്മളൊരു പാനിലേക്ക് 1 കപ്പ് അളവിന് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചോറെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ബാക്കിയെല്ലാം മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിന് നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ അതേ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് അളവിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ശർക്കരയും വെള്ളവും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ ലംസായിട്ട് കിടക്കുന്നത് പോലെ, കട്ടയായിട്ട് കിടക്കുന്നത് പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. അത് നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ നല്ല പോലെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് അതെല്ലാം ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ച് ചേർന്ന് വന്നോളും. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം എനിക്കൊരു 3.5 മിനിറ്റ് ടൈമോളം എടുത്തു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരാനായിട്ട്. ഞാൻ തീ ഏതാണ്ട് ഒരു മീഡിയം ഇതിലാണ് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് തീരെ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതും കൂടെ മിക്സിയിലിട്ട് നന്നായി അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപഴം ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളൊന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ മധുരത്തിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. എന്നാലും തീരെ അങ്ങ് കൈ ഇട്ടിട്ട് നമ്മൾ വേറൊരിതിലോട്ട് പോകരുത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധ കൊടുക്കണേ. അപ്പോൾ കുറച്ച് ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. അപ്പോൾ ഞാനിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1/2 സ്പൂൺ വെച്ചിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതായത് ആദ്യം തന്നെ നമ്മൾ മുഴുവൻ നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ ഇതിനകത്ത് നമുക്കൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയം വരെയാണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആകുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ട് സെറ്റായി വരുമ്പോൾ ഈ ഒരു പരുവത്തിനായി കിട്ടും. കണ്ടോ, ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് എല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ഒരു തവണ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ഇനി നമ്മളിത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഏത് രീതിയിൽ ഇതാക്കിയെന്ന് പറഞ്ഞാലും ശരി, നല്ലപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവമാക്കി വരെ എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ തന്നെ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നട്ട്സ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ ഒരു ഭാഗത്തേക്കും ആ ഒരു നട്ട്സ് എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് ആ ഒരു ഏലക്കായും നട്ട്സും ഒക്കെ നന്നായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 1-2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫൈനലിൽ നമുക്കിത് ഈ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയേ, എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് മാറ്റുന്നത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നമ്മൾ ഈ സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ തണുത്ത് വരുമ്പോഴത്തേക്കിനും നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.